പല്ലവിയിൽ തന്നെ പൈങ്കിളി പോരൂ, അതുപോലെ രാഗം താനം പല്ലവി ഒരു പല്ലവിയാകൂ അല്ലേ? അതൊന്ന് പാടുക. പല്ലവിയാകൂ. രാഗം താനം ഏതാ നോട്ട് താനം കേക്കണ്ടേ? ഐ കാൺട്ട് ഹിയർ ദ നോട്ട്. കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. രാഗം താനം പല്ലവിയാകൂ നീ. ഈ ക്ലാരിറ്റി ഉണ്ടല്ലോ, ഈ വോയിസിൽ വരുന്ന ഒരു പവറും ആ ക്ലാരിറ്റിയും അതുകൊണ്ട് കുറച്ചുകൂടെ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ പാടുമ്പോൾ, അതായത് ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് ആ ശബ്ദം അങ്ങ് മുങ്ങിപ്പോന്നു. അപ്പൊ കുറച്ചുകൂടി ഒരു പ്രസൻസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ചില ഭാഗങ്ങളൊക്കെ അങ്ങ് മ്യൂസിക്കിൽ ഡിപ്പായി പോന്നു. യശ് പാടുമ്പോൾ ആ സംഗതി വരുന്നുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഒരു വെതറി വിട്ട പോലെ നമുക്കത് എന്താണ് ആ നോട്ട്സ് എന്ന് മനസ്സിലാവണില്ല. അതെവിടെയായിരുന്നു ഒരു സംഗതി വരുന്നത്, കുറച്ച് എക്സ്ട്രാ ഉള്ള സംഗതി? ആ ഫിനിഷിങ് എന്താ നോട്ട്സ്? ക്ലിയർ ആവണത് ഒന്നൂടെ. അത് കേക്കണം. അത് ഇങ്ങനെ ഒഴുകി അങ്ങ് പോയി, നമുക്കത് എന്താ നോട്ട്സ് എന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ടുള്ള സ്വരജതി. സ്വരജതി പാടും പൈങ്കിളി പോരൂ ശ്രുതി. അതെന്താ മോനെ ഫിനിഷിങ്? പോരൂ എന്താ അത് ക്ലിയർ ആവണില്ല? അതല്ലേ? അപ്പൊ അത് ക്ലിയർ ആവണണ്ട. അതാണ് പാടുമ്പോ യു ആർ സിംഗിങ് ഇറ്റ്, പക്ഷെ അത് ക്ലാരിറ്റി കുറച്ചുകൂടെ വരണം അതില്. നമുക്ക് അതൊന്നിച്ചൊന്നുകൂടെ പാടുക. പാടിയിട്ട് ഇതിലേക്ക് സ്വരജതി പാടും പൈങ്കിളി പോരൂ ശ്രുതി. ലാസ്റ്റ് കേക്കണം. അത് അത് ക്ലിയർ ആവണം. ആ ഫിനിഷിങ്ങില് അതങ്ങ് അടഞ്ഞു പോകുന്നു. അപ്പൊ നമുക്ക് ആ നോട്ട്സ് ക്ലിയർ ആവുന്നില്ല എന്താ പാടുന്നതെന്ന്. അപ്പൊ ആ നോട്ട്സ് ക്ലാരിറ്റി കുറച്ചുകൂടി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലാതെ യു ഹാവ് എ ഫാന്റാസ്റ്റിക് വോയിസ്, ഫാന്റാസ്റ്റിക് ഫീൽ, എല്ലാം മനോഹരമാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കുറച്ചൊന്ന് ഒരു പ്രസൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം സംഗതികൾ പാടുമ്പോഴത്തേക്ക്. ചിലത് ഡിപ്പായി പോകുന്നു. സോ യു ഷുഡ് ട്രൈ ദാറ്റ്. അല്ലാതെ ഫാന്റാസ്റ്റിക് സെലക്ഷൻ. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. യേശ് മോഹൻ സിത്താരയുടെ നല്ലൊരു പാട്ട് കേട്ടോ. യാഷിന് ഇപ്പം മഞ്ജരി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഒറിജിനൽ പിച്ചാണ്. ഇതിനെക്കാട്ടിൽ ഒരു ഹാഫ് നോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ക്ലാരിറ്റി വരുമോ? കാരണം ഈ ആദ്യം പോരൂ എന്നുള്ള കുറച്ച് ടു ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറച്ചൊരു അടഞ്ഞ ഫീൽ എനിക്ക് തോന്നി. അപ്പോൾ അത് ഒരു ടോണോ അല്ലെങ്കിൽ ഒരു ഹാഫ് ടോൺ കൂട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഒരു ടോൺ കൂട്ടിയാൽ പാടാൻ പറ്റുമോ? ഒരു ടോൺ കൂട്ടാം. സ്വരജതി പാടും പൈങ്കിളി പോരൂ ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. തിരുവയ്യാറിൽ നിന്നോ തിരുവാഴും കോടിൽ നിന്നോ തിരുവിതാംകൂറിൽ നിന്നോ വന്നു നീ. സ്വരജതി പാടും പൈങ്കിളി പോരൂ ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. മോർ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അനുവല്യം കൂടെ രണ്ടുപേരും എന്ന് പറയുന്നു. ഹൃദയമാം പൊയ്കയിൽ വിടരുന്നു പൂവായി മോഹം. അതിനുള്ളിൽ എന്നെന്നും നിറയുന്ന ദേവി വാണി മായേ സാമവേദാനന്ദം എന്താ ശബ്ദം, ബ്യൂട്ടിഫുൾ വോയിസ്. അതിനെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ശബ്ദം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം നമുക്ക് ഏത് റേഞ്ചിൽ നമുക്ക് കംഫർട്ടബിൾ ആണോ
അതിനകത്തങ്ങ് പാടിക്കോ. അത് ഒരു ടോൺ കുറച്ചാലോ ഒരു ടോൺ കൂടിയാലോ നിങ്ങളുടെ വോയിസിന് ഹൗ ഇറ്റ് സൗണ്ട്സ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പം നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ചക്കര നീ മനോഹരമായിട്ട് പാടിയതാ. അത് ആദ്യം പറഞ്ഞേക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഈ ആലാപ്പിന്റെ ലോ പോർഷനിലെ താഴോട്ട് വരുന്നു, അതിന് മാത്രം കുറച്ച് ക്ലാരിറ്റി ആവും. നിനക്ക് അതിനുള്ള പ്രായം എത്രയായി? 12? എത്ര വയസ്സായി? 19. മോനെ അത് മാത്രം നിനക്കത് കിട്ടും ഇപ്പൊ പാടിയാല്? ശ്രമിക്കാം സാർ. ഒന്ന് ശ്രമിക്കൂ. മാസ്റ്ററുടെ മുമ്പിലിരുന്ന് ശ്രമിക്കാൻ കിട്ടുന്ന അവസരമല്ലേ, ശ്രമിക്കടാ നീ. അത് കുഴപ്പമില്ല മോനെ, അത് കുഴപ്പമില്ല. അത് നിനക്ക് വന്നോളൂ. സാധാരണ ഐറ്റം അറിയാമല്ലോ നിനക്ക്. അത് നമുക്ക് ഫിസിക്കലി നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് ആരുടെയും തെറ്റല്ല, അത് പ്രായത്തിൻ്റെതാണ് കേട്ടോ. അത് ശരിയായിരുന്നു മുത്തേ. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊരു പ്രസൻസ് ഇല്ലാതിരുന്നുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട്, ചിലതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു നീ പാടുന്ന കേൾക്കാൻ കേട്ടോ. എനിക്ക് പിന്നെ ഒരൊറ്റ ഡൗട്ടുണ്ട്. ഇളകുന്നു കുളിരോളം, അതൊന്ന് പാടിത്തരുമോ? ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ. വണ്ടർഫുൾ വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ, അസാധ്യം. പിന്നെ ബാക്കിയൊക്കെ നന്നായിട്ട് പാടിയതാ മോനെ. ഈ ഈണമായി ഓണവില്ലിൻ്റെ ഓണവില്ലിൻ്റെ ഈണമാ, ഓണവില്ലിൻ്റെ ഈണമായി, അത് പിന്നെ ഈണമായി ഹൃദയ സന്ദേശമോ മോദിവാ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അത് ഏതോ ഒരു സ്ഥലത്ത് നീ, അത് ഏതാണ് ചരണത്തിലാണോ? അല്ല, ഓണവില്ലിന്റെ ഈണമായി നീ അത് വേറെ എന്തോ പാടിയത് പോലെ. ആദ്യം അനുപല്ലയില് തന്നെ ചരണത്തിലും പാടി. അത് ഒന്ന് പാടാമോ? സ്വർണ്ണ മത്സ്യങ്ങൾ നീന്തുമീ നീന്തുമീ സ്വപ്നലോകങ്ങൾ കണ്ടുവോ. അടുത്തും കൂടെ പാട്, കേൾക്കാനാണ്. സ്മൃതിലയ മധുരിമ തഴുകിയ പ്രണയ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, സൂപ്പറായിട്ട് പാടി. അത് നമ്മൾ ചെയ്ത് എനിക്ക് തന്നെ അത് അത്ര ഇഷ്ടപ്പെടുമ്പം നീ മനോഹരമായിട്ട് പാടി ഞാൻ പറയത്തുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വെരി നൈസ്. താങ്ക് യു സർ. ഐ ലവ് യു. ലവ് യു ടു സർ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. വ്യത്യസ്തമായിട്ടുള്ള ഒരു കമ്പോസിഷൻ ശൈലി. അത് ആലപിക്കണമെങ്കിൽ അത് ഇത്തിരി കഴിവുള്ളവർക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ അണ്ണാച്ചി പറഞ്ഞത്, ശരത്ത് പറഞ്ഞല്ലോ, മോൻ നന്നായിട്ട് പാടി എൻ്റെ ഹൃദയത്തിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത സംവിധായകൻ്റെ മനസ്സിൽ കയറിയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ മനസ്സിൽ കയറിയത്. മോൻ നന്നായിട്ട് പാടിയത്. താങ്ക് യു സർ. നന്നായിട്ട് പാടി. പിന്നെ ആ ലോവർ പോർഷൻ പാരിടമാകവേ പനിനീരിൽ തൂകി, അതെങ്ങനെയായിരുന്നത്? പാരിടമാകവേ പനിനീർ തൂവി കനകമുകിലുകൾ. ഓക്കെ. പിന്നെ ഒരു അക്ഷരം കുന്നിൽ നിന്നുള്ള കൊന്നിൽ നിന്ന് പാടിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ അത്. കാരണം ഈ ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് അതൊരു വലിയ സംഭവമല്ല. കാരണം സാധാരണ ഒരു പാട്ട് എടുത്ത് വെച്ചിട്ട് ഒരു 2-3 മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. പക്ഷേ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് ലാസ്റ്റിൽ അനുപല്ലവിയിലും ചരണത്തിലും എൻഡ് പോർഷൻ വരുമ്പോഴത്തേ ആ ക്രൊമാറ്റിക് നോട്ടിൽ ടച്ച് ചെയ്ത് പോകുന്നല്ലോ. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. പാടി വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാറാം. അത് കൃത്യമായിട്ട് ആ കീബോർഡിൻ്റെ ബെല്ലും ഉണ്ട്, ആ റൂട്ടിങ്ങിൽ കൃത്യമായിട്ട് പോയി. അപ്പം അതൊക്കെ ഒരു കഴിവാണ്. വെറുതെ ഒരു മനുഷ്യനെ അങ്ങനെ പാടാൻ പറ്റില്ല. യു ആർ എ വെരി ഗുഡ് സിംഗർ. താങ്ക് യു. യു പ്രൂവ്ഡ് ഇറ്റ്.